ഡേറ്റിംഗ് ആപ്പിലൂടെ ബന്ധമുണ്ടാക്കി 16-കാരനെ പീഡിപ്പിച്ച കേസിൽ പിടിയിലാകാനുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 7 പേരാണ് ഇനി പിടിയിലാവാനുള്ളത്. അറസ്റ്റിലായ 9 പേരും റിമാൻഡിലാണ്. കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി പീഡനത്തിനിരയായ കേസിൽ 15 കേസുകളാണ് ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്തത്. 9 കേസുകൾ കാസർഗോഡ് വിവിധ സ്റ്റേഷനുകളിലും പയ്യന്നൂർ, കോഴിക്കോട്, കസബ, കൊച്ചിയിലെ എളമക്കര സ്റ്റേഷനുകളിലായി 6 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. ബേക്കൽ എഇഒ സൈനുദ്ദീൻ, ജീവനക്കാരൻ ചിത്രരാജ്, സുകേഷ്, റയീസ്, അബ്ദുൾ റഹിമാൻ, അഫ്സൽ, റംസാൻ, നാരായണൻ, ഷിജിത്ത് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. പ്രതികളെ ഹൊസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് ജില്ലയിലുള്ളവർ പ്രതിപട്ടികയിലുണ്ട്. യൂത്ത് ലീഗ് നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ സിറാജ് ഉൾപ്പെടെ 7 പേർ പിടിയിലാവാനുമുണ്ട്. സിറാജ് ഒളിവിലാണ്. കുട്ടിയുടെ വീട്ടിൽ വെച്ചും മറ്റിടങ്ങളിലെത്തിച്ചും പ്രതികൾ പീഡിപ്പിച്ചതായി കണ്ടെത്തി. കേസിൽ റിമാൻഡിലായ ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VK സൈനുദ്ദീനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അവമതിപ്പുണ്ടാക്കിയതിന് കേരള സിവിൽ സർവീസ് ചട്ടപ്രകാരമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.